എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ പിന്നെ വിഷസ് ഞാൻ അറിയിക്കും. ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് ഇന്ന് എന്ന് തോന്നുന്നു. കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കറിയാം, ഇന്നത്തെ കണക്കനുസരിച്ച് ഈ മലിനീകരണം കൊണ്ട് മാത്രം രോഗങ്ങൾ ഉണ്ടായിട്ട് മരിക്കുന്നവരുടെ എണ്ണവും അതേപോലെ മാറാ രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ എണ്ണം ഒരു വർഷത്തിൽ 1 ദശലക്ഷക്കണക്കിനാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം കീടനാശിനികളും രാസവസ്തുക്കളും കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ? അത് തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മൾ കുടിക്കുന്ന വെള്ളവും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ലോകത്ത് ഒരുപാട് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എത്ര കഴുകിയാലും അതിൽ അങ്ങനെ രാസവസ്തുക്കളില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കീടനാശിനി തളിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ, നമുക്കൊന്നും അല്ലെങ്കിൽ കൂടി നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആധുനികമായി ഉണ്ടായ കീടനാശിനികളും രാസവസ്തുക്കളും നമ്മുടെ മണ്ണിൻ്റെ തന്നെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ മണ്ണിലുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുക വഴി നമുക്ക് മാറാ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും ഇപ്പോൾ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്യാൻസർ എന്ന രോഗം. ആ ക്യാൻസർ എന്ന രോഗത്തിന് തന്നെ ഒരു കാരണങ്ങളിൽ ഒന്നായിട്ട് ഈ മാലിന്യം, ഈ രാസവസ്തുക്കളൊക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതാണ് ഒരു കാരണമായിട്ട് മെയിനായിട്ടുള്ളത്. ഇങ്ങനെ ഉള്ളൊരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നതും ജൈവികമായ ഭക്ഷണ വസ്തുക്കൾ നമ്മൾ തിരഞ്ഞെടുക്കുക വഴിയും, നമ്മുടെ ഭക്ഷണത്തിൽ അത് ജൈവികമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉൾപ്പെടുത്തുക വഴിയും നമുക്ക് ഒരു പരിധിവരെ ഈ കീടനാശിനികളും രാസവസ്തുക്കളൊക്കെ തടിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കി ജൈവികമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക വഴി നമുക്ക് ഒരുവിധമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ വിഷവിമുക്തമായതും അല്ലെങ്കിൽ ജലവിതരണ സ്രോതസ്സുകളൊക്കെ നന്നായി ഫിൽട്ടർ ചെയ്ത് നല്ല വെള്ളം നമ്മൾ കുടിക്കുക വഴി നമുക്ക് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ വായു മലിനീകരണമുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് മാറ്റി നിർത്തുക വഴി നമുക്ക് ആ ഒരു വായു മലിനീകരണം കൊണ്ടുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. മുൻകരുതലുകൾ എടുത്ത് നമ്മൾ ശ്രദ്ധയോടെ മുൻപോട്ട് പോകുകയാണെങ്കിൽ ഈ മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ ഈസി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലും കഴിക്കുക. അതേപോലെ ഇലക്കറികൾ, നമ്മുടെ തോട്ടത്തിലൊക്കെ കിട്ടുന്ന രാസവസ്തുക്കളും കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത ഇലക്കറികളും പച്ചക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. അതേപോലെ നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ തന്നെ നല്ലോണം തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വഴി നമുക്ക് ഈ മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു ചെറിയ ലോകത്ത് കുറച്ച് നാൾ വന്ന് താമസിച്ച് മടങ്ങി പോവാനുള്ളവരാണ് നമ്മൾ. പരിസ്ഥിതിയെ ആസ്വദിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്കല്ലെങ്കിൽ കൂടി നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി നല്ല ജൈവികമായ ഭക്ഷ്യ സാധനങ്ങളും മലിനീകരണം കുറഞ്ഞ ഒരു പരിസ്ഥിതി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഒരു മാറ്റം ഉണ്ടാവാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. നമുക്ക് ഓരോ ചെടിയും വെച്ച് അല്ലെങ്കിൽ നല്ല പച്ചക്കറികൾ വെച്ച് ഒരു നല്ല പരിസ്ഥിതിയെ നമുക്കോ നമ്മുടെ വരും തലമുറയ്ക്കും വേണ്ടിയിട്ട് വാർത്തെടുത്ത് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ? ഒരു ദിനത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഒരു വിധത്തിലും പരിസ്ഥിതിക്ക് ദോഷകരമായി ഒന്നും ചെയ്യുകയില്ല എന്ത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ പൂർവികർ എങ്ങനെയാണോ ഈ പരിസ്ഥിതി തന്നത് അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള കീടനാശിനികളൊന്നും രാസവസ്തുക്കളൊന്നും അടങ്ങാത്ത മലിനീകരിക്കപ്പെടാത്ത ഒരു പരിസ്ഥിതി നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.